റൊട്ടേറ്റ് ആവില്ല. ഇതെന്താ ബസ്? നമുക്ക് 5 ബസ്സല്ലേ. അപ്പൊ ഫസ്റ്റ് ബസ്സിന് വേണമെങ്കിൽ പേര് കൊടുത്തു. ഇതിപ്പോ നോർത്ത് വണ്ണ കൊടുത്തു. നോർത്ത് രണ്ടെണ്ണം അല്ല, ഞാൻ അടിച്ചാടി വരേണ്ടത്. ബസ്സിന്റെ ബേസ് വാല്യൂ ആണ് നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ടത്. ഇതിപ്പോ എത്ര ബേസ് അറിയോ? എല്ലാം 220 വോൾട്ട് ബേസ് ആണ്. എല്ലാ ബസ് 220 രൂപ. ഇതിപ്പോ കൊടുത്തതല്ലേ ബസ്? നോർത്ത് ബസ് ആക്കാനാ? നോർത്ത് വണ്ണല്ലേ? ഇനി ഇതില് ബസ്സിന്റെ പേര്, നമ്പർ കാര്യമായിട്ടൊന്നും കൊടുക്കണ്ടാവില്ല. ജസ്റ്റ് നോക്കി പോകല്ലോ വ്യത്യാസം ഉണ്ടോ ഉണ്ടാവില്ല ഒന്നും. എല്ലാതും എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ സേവ് ചെയ്യണം. ഇത് വരച്ചു നീ ബസ്. അയ്യോ വേറെ ബസ്സായി. പണി പറ്റി. നീ ആദ്യം വരച്ച ബസ് പുറത്തായി പോയി. ചെറുതായി. ബസ്സാണ് എന്ത് കഷ്ടം. അണ്ടു ചെയ്യാൻ പറ്റില്ല. അയ്യോ സിമ്പിൾ. മെമ്മറി ഇല്ല. ഡാറ്റാബേസിൽ കോൺഫിഗർ അല്ലേ? ചെയ്യാൻ വഴി ഉണ്ടാവട്ടാ. പറഞ്ഞു തരികിടൊന്നും പറഞ്ഞു പറ്റില്ല. അത് തന്നെ. ഓക്കെ, നോർത്ത്. ആ വീഡിയോ ഇനി അടുത്ത ബസ്. അടുത്ത ബസ് അടുത്ത ബസ് ഇതേ കളറാണോ? പച്ച ബസ്സാ? സ്ഥലങ്ങളുടെ ബസ്സാണ്. ശരിക്കും ബസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മാറ്റേണ്ട ആവശ്യം എപ്പോഴെങ്കിലും വരുമോ ബസ് ഡേറ്റാ? ഇനി ഒരു ലൈൻ വരണ്ടാവോ? അല്ലടാ, അയ്യോ ബാനൂർ ഡൗട്ട്. എല്ലാ ബസിന്റെ ലൈൻ ഏതാ? ഇതോ എല്ലാ കേസിലും അങ്ങനെ ലൈൻ ഏതാ നോക്കട്ടെ. ഇങ്ങനെ പേര് വരുടെ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ? ട്രാൻസ്മിഷൻ ലൈൻ ഒരു കാര്യം അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ റൊട്ടേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. ഇത് വലിച്ചൊക്കെ ഡ്രാഗ് ചെയ്തൊക്കെ സാധനം. അപ്പൊ നേരെ കിടക്കണേ. നിക്ക് ഇങ്ങോട്ടാണ്. അപ്പൊ അത് ഇങ്ങോട്ടേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് മുകളിൽ അതുമ്പോ കൊണ്ട് ക്ലിക്ക് നേരെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതിന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റും. ഇനി ഡബിൾ ക്ലിക്ക് എലിമെന്റ് അതിന്റെ പേര് നമ്പർ കൊടുത്തു വേണമെങ്കിൽ. ഓക്കെ കൊടുത്തു. അതിന്റെ പേരല്ലേ? ഇത് എലമെന്റ്. ഇത് ബസ് 1 to 3 അല്ലേ?